നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയ എത്രയോ കാര്യങ്ങളുണ്ട്. എങ്ങനെ അതൊന്ന് സാധിച്ചു കിട്ടും എന്ന നിരാശയോടുകൂടെ കഴിയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് സൂറത്തു യാസീൻ 41 തവണ പാരായണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഈ പറയുന്ന രൂപത്തിൽ ബി ഇദ്നില്ലാഹി തആല എത്രയോ ആളുകൾക്ക് അനുഭവമുള്ളൊരമലാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒറ്റ ഇരുത്തത്തിലിരുന്ന് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പരമാവധി വേഗത്തിൽ ചൊല്ലിയാൽ മതി. ഓതുന്നതിൻ്റെ ഇടയിൽ ബൗദ്ധികമായ സംസാരങ്ങൾ സംസാരിക്കാതിരുന്നാൽ മതി. തീർച്ചയാണ് ബി ഇദ്നില്ലാഹി തആല ഏതാവശ്യത്തിന് വേണ്ടിയാണോ നാം അത് ചെയ്തത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യാസീൻ എല്ലാവർക്കും ഓതാറിയുന്നതാണ്. ഇത് പറയുന്ന നിങ്ങളിൽ, കേൾക്കുന്ന നിങ്ങളിൽ പല ആളുകളും യാസീൻ ഒരു ദിവസം തന്നെ പല തവണയും കാണാതെയൊക്കെ ഓതുന്നവരാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളരെ ലഘുവായിട്ട് ലളിതമായി ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അതിൻ്റെ ഇടയിൽ ചില ദുആകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ലഭിക്കും, ഫലം ലഭിക്കും. ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്, അതൊന്ന് നടന്നു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും ബുക്ക് ചെയ്യാതെയും മറ്റുമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ കറക്റ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യാസീൻ എന്തിനാണ്, ഏത് വിഷയത്തിനാണ് ഓതേണ്ടത് എന്നുള്ള നമുക്കൊക്കെ അറിയാം. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തു യാസീൻ ലിമാ ഖുരിഅത്തില, അതേതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ ആവശ്യ പൂർത്തീകരണത്തിൻ്റെ വിഷയത്തിൽ സൂറത്തു യാസീൻ വളരെയധികം ഫലം നൽകുന്നതാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആവശ്യ പൂർത്തീകരണത്തിന് ഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ എന്നറിയപ്പെടുന്ന സൂറത്തു യാസീൻ, ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണ്. അപ്പോൾ സൂറത്തു യാസീൻ എന്തൊരാവശ്യത്തിന് വേണ്ടി ഓതിയാലും അത് പൂർത്തീകരിക്കപ്പെടും. കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അമലും കൂടെ ചെയ്യണമെങ്കിൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എന്ത് കാര്യമാണോ നിറവേറ്റേണ്ടത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നീയത്തിന് പ്രാധാന്യമുണ്ട്. നീയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തൊരു ആവശ്യമാണോ നിർവഹിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. അതിൻ്റെ മുമ്പ് കാമിലായ വുളു എടുക്കണം കേട്ടോ. കാമിലായ വുളു എടുത്ത് ഹാജത്തിൻ്റെ 2 റക്അത്ത് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക. എന്നിട്ട് ആ ഇരുത്തത്തിലിരുന്ന് തുടങ്ങുക. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അതേ ഇരുത്തത്തിലിരുന്ന് തുടങ്ങുക. ആ ഇരുത്തത്തിലിരുന്ന് ഫുള്ള് പൂർത്തീകരിക്കണം എന്നല്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 41 തവണ യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരൊറ്റ ഇരുത്തത്തിലിരുന്നിട്ട് ഓതാൻ കഴിയുന്ന സമയമുള്ള ആളുകൾക്കാണെങ്കിൽ അത് വളരെ പവർഫുള്ളാണ്. അങ്ങനെ കഴിയാത്തവരങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒറ്റ ഇരുത്തത്തിൽ ചെയ്യാൻ കഴിയാത്തവർ ഇടങ്ങറാവും, പ്രയാസപ്പെടുന്നു വേണ്ട. ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്താൽ മതി. എങ്ങനെയാണോ എത്ര പെട്ടെന്നാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും പെട്ടെന്ന് ചെയ്താൽ മതി. ഇടങ്ങറായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് പ്രത്യേകം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അമല് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിത് ഡിസ്പ്ലേയിൽ ഞാൻ അതിൻ്റെ എന്താണ് ഓതേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. സൂറത്തു യാസീൻ 41 തവണ പാരായണം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന അമല്. അതിൽ ഓതുന്ന സമയത്ത് യാസീൻ 41 തവണ ഓതുമ്പോൾ ഓരോ പ്രാവശ്യവും വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുന്ന ആയത്തുണ്ട്. വഹുവൽ ഖല്ലാഖുൽ അലീം, നിങ്ങൾക്ക് ഓർമ്മണ്ട ആയത്ത് യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ കടന്നു വരും വഹുവൽ ഖല്ലാഖുൽ അലീം എന്നുള്ളത്. ഏതാണ് ആയത്തിൻ്റെ തല ഏതാണെന്നറിയോ? ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്താണെങ്കിലും പെട്ടെന്ന് എടീന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. അത് നമ്മൾ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ തല ഏതാന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഏതാണെന്നുള്ളത് നമുക്ക് പറയാൻ കിട്ടും. പക്ഷേ അതിൻ്റെ മുമ്പുള്ള ഏതാന്ന് ചോദിക്കുമ്പോൾ കിട്ടൂല. അപ്പോൾ വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ കാണിക്കുക. വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറഞ്ഞാൽ യാസീനിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് കണ്ട
അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അതാണ് വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് എത്തിയതിൻ്റെ ശേഷം നമുക്കൊരു ദുആ ചെയ്യാനുണ്ട്. ആ ദുആ ചെയ്തിട്ടാണ് ബാക്കിയുണ്ടല്ലോ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ എന്ന് പറയുന്ന ആ ആയത്ത് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്. അപ്പോൾ വഹുവൽ ഖല്ലാഖുൽ അലീം കഴിഞ്ഞിട്ട് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഇതാണ് അവസാനത്തെ 2 ആയത്തുകൾ. അതിൻ്റെ തൊട്ട് മുമ്പ് വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന ആയത്തങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ യാസീൻ ഓതുന്ന ആ ആള് തന്നെ അവിടെ നിർത്തിയിട്ട് ഈ പറയുന്ന ദുആ അത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുആ ഉണ്ടല്ലോ, ഈ ദുആ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒന്നും കൂടെ വലുതാക്കി കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ദുആ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഞാനതെങ്ങനെ വായിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടതെന്ന് പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി യാസീൻ വൽ ഖുർആനിൽ ഹകീം വബിമൻ ഇഖ്തർതഹു എന്നും വായിക്കുക. കൂട്ടിച്ചരിക്കുമ്പോൾ വബിമൻ ഇഖ്തർതഹു ലിർരിസാലത്തി വന്നുബുവ്വത്തി വൽ വിലായ മിൻ ഖൽഖിക അലാ സിറാത്തിൻ മുസ്തഖീം വബിജമീഇ മാ ജാഅ ബിഹി മിൻക ജിബ്രീലു തൻസീലൽ അസീസിർ റഹീം വബിഖവാസി അസ്റാരിൽ ഹുറൂഫ് وبالأسماء التامات وبما أظهرت في الوجود لكل موجود من الآيات البينات أن تفعل لي أو لفلان كذا وتمن علي أو عليه بسرعة الإجابة بسر قولك إنما أمره إذا أراد شيئا أن يقول له كن فيكون ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഇങ്ങനെയാണ് യാസീൻ ഓതേണ്ടത്. അപ്പം എങ്ങനെ, നമ്മളിപ്പോൾ ഓതിയല്ലോ ഒരു യാസീനെ. ആ യാസീൻ ഓതുന്ന സമയത്ത് വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോൾ നമ്മൾ യാസീൻ നിർത്തിയിട്ട് ഈ ഒരു ദുആ ചെയ്തു. ഈ ദുആ ചെയ്തിട്ട് യാസീനിൻ്റെ ബാക്കി ആയത്തുകൾ പൂർത്തീകരിച്ചു അല്ലേ. എന്നിട്ട് വീണ്ടും അപ്പോൾ ഒരു തവണ നമ്മൾ യാസീൻ ഓതി. ഇങ്ങനെ 41 തവണ യാസീൻ ഓതുകയും 41 തവണ ഓതുമ്പോഴും വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള യാസീൻ്റെ ആയത്തുകൾ ഓതിയിട്ട് പൂർത്തീകരിക്കുക, വീണ്ടും തുടങ്ങുക. അങ്ങനെ 41 തവണ നമ്മൾ എന്ത് ചെയ്യണം, യാസീൻ പൂർത്തീകരിക്കണം. ഇങ്ങനെ ഓരോ എണ്ണവും പൂർത്തിയാക്കി 41 പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ദുആ ചെയ്യാനുണ്ട്. ഓരോ യാസീൻ ഓതിയിട്ടുമല്ല, ഓരോ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിലും ചൊല്ലേണ്ടത് നമ്മൾ പറഞ്ഞു. ഇനി കാണിക്കാൻ പോകുന്ന ദുആ ഓരോ യാസീനും ഈ പറയുന്ന രൂപത്തിൽ ഓതിയതിൻ്റെ ശേഷം 41 തവണയും ഓതിക്കഴിഞ്ഞ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദുആ ചെയ്യാനുണ്ട്. ആ ദുആ ആണ് നമ്മൾ പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ദുആൻ്റെ അർത്ഥമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ അറിയുന്നവർക്കറിയാം അത് പൂർത്തീകരിച്ച് കിട്ടി എന്നുള്ളത്. അങ്ങനെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണതിലെ അൻതഫ്അലി, എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്തും ആവാട്ടോ. ലക്ഷങ്ങൾ കടമുണ്ടെങ്കിൽ ആ കടങ്ങൾ വീടാൻ, രോഗം മാറാൻ, നമ്മുടെ മക്കളുടെ ജോലി ശരിയാവാൻ, ജയിലിലകപ്പെട്ടവരുടെ മോചനത്തിന് സൂറത്തു യാസീൻ ലിമാ ഖുരിഅത്തില, അതേതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. മുത്തുനബി തങ്ങളുടെ വാക്കാണത്. അതുകൊണ്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ഫലം കിട്ടും. 41 തവണയും ഈ പറയുന്ന രൂപത്തിൽ യാസീനോദി വഹുവൽ ഖല്ലാഖുൽ അലീം എത്തുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് പറയുന്ന ഈ ദുആ ചെയ്ത് 1 തവണ പൂർത്തീകരിച്ചു, 2 തവണ പൂർത്തീകരിച്ചു, 3 തവണ പൂർത്തീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം 41 പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ദുആയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അയ്യുഹൽ ജമാഅത്തുൽ മുസഖറൂനൽ മുത്തിഊൻ, أيها الجماعة المسخرون المطيعون لهذه السورة الشريفة بحق أنبياء الله تعالى ورسله وأوليائه وبحق خالقكم اجعلوا بإذنه كلمتي سارية وقولي مسموعا مقبولا واكفني مهماتي
وأمدني وأعينوني في الأمور كلها الكلية والجزئية وقل حاجتي بحقها عليكم وإنه لقسم لو تعلمون عظيم إنه من سليمان وإنه بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين طائعين لعبد الله رب العالمين العجل 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 بحق ياسين വൽഖുർആനിൽ ഹകീം. ഇങ്ങനെയാണിത് ചൊല്ലേണ്ടത്. ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ അത് വലിയ കാരണമാകുന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഉതകുന്ന രൂപത്തിൽ നമ്മൾ ഈ ഓതുന്ന അമലിനെ അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മളിങ്ങനെ പലതും ചെയ്തു നോക്കുക. വിശുദ്ധ ഖുർആനിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള എന്താ ഉള്ളത്? നമ്മൾ പലപ്പോഴും പല അമലുകളും പറഞ്ഞു, 12 ബിസ്മിൽ അമൽ ഉൾപ്പെടെയുള്ള അമലുകൾ പറഞ്ഞിട്ട് എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പലതും നമ്മൾ പറയുന്നത്. ഇതൊക്കെ വീഡിയോയിൽ ഇപ്പോഴേ പറയുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ പല ആളുകൾക്കും ഇവിടെ നേരിട്ട് വരുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള വളരെ സവിശേഷമേറിയ ഒരു ദുആ ആണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.